بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അള്ളാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ. അല്ലാഹുമ്മ സിദ്നാ ഇൽമ. സ്നേഹമുള്ള സഹോദരികളെ, സഹോദരങ്ങളെ, അള്ളാഹു നമ്മൾ ഒരുമിച്ചിരിക്കുന്ന സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും നമുക്കിതുപോലെ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. സൂറത്തുൽ ബഖറയിലെ 10 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേൾപ്പിച്ചത്. അള്ളാഹു നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ ഇടുമെന്ന് പറഞ്ഞ മുനാഫിഖീങ്ങളെക്കുറിച്ചാണ് പരാമർശിച്ചു വരുന്നത്. 11-ാമത്തെ ആയത്ത് മുതൽ ഓതി കേൾപ്പിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذَا قِيلَ لَهُمْ لَا تُفْسِدُوا فِي الْأَرْضِ قَالُوا إِنَّمَا نَحْنُ مُصْلِحُونَ أَلَا إِنَّهُمْ هُمُ الْمُفْسِدُونَ وَلَكِنْ لَا يَشْعُرُونَ وَإِذَا قِيلَ لَهُمْ آمِنُوا كَمَا آمَنَ النَّاسُ قَالُوا أَنُؤْمِنُ كَمَا آمَنَ السُّفَهَاءُ أَلَا إِنَّهُمْ هُمُ السُّفَهَاءُ وَلَكِنْ لَا يَعْلَمُونَ وَإِذَا لَقُوا الَّذِينَ آمَنُوا قَالُوا آمَنَّا وَإِذَا خَلَوْا إِلَى شَيَاطِينِهِمْ قَالُوا إِنَّا مَعَكُمْ إِنَّمَا نَحْنُ مُسْتَهْزِئُونَ الله يستهزئ بهم ويمدهم في طغيانهم يعمهون أولئك الذين اشتروا الضلالة بالهدى فما ربحت تجارتهم وما كانوا مهتدين. 11 മുതൽ 16 വരെയുള്ള ആയത്തുകൾ അതാണ് നിങ്ങളെ കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ് മുതൽ നമ്മൾ പഠിച്ചതാണ് അൽ ബഖറയിൽ പ്രതിപാദിപ്പിക്കപ്പെടുന്ന അതല്ലെങ്കിൽ അള്ളാഹു നമുക്ക് വിശദീകരിക്കുന്ന മുനാഫിക്കീങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം. ഉള്ളിൽ അള്ളാഹുവിലുള്ള വിശ്വാസമില്ല, ഇസ്ലാമിനോട് കൂറില്ല. പുറത്ത് ഇസ്ലാമിൻ്റെ ആളുകളാണ്, മുസ്ലിങ്ങളാണ് എന്ന് പറയുന്ന ആളുകളെയാണ് എന്ത് പറയുക? മുനാഫിക്കീങ്ങൾ, കപടന്മാരെന്ന് പറയുക. 2 മുഖങ്ങളാണ് ഉണ്ടാക്കുക. ഒരു ഭാഗത്തെത്തുമ്പോൾ വേറൊരു മുഖം കാണിക്കും, ഇസ്ലാമിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഇസ്ലാമിൻ്റെ മുഖം കാണിക്കും. ഉള്ളിലാകട്ടെ യഥാർത്ഥത്തിൽ അവർക്ക് വിശ്വാസം ഇല്ല, ഇസ്ലാമിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ പിടിച്ചു പറ്റാൻ വേണ്ടി അവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവരെപ്പറ്റി കഴിഞ്ഞ ആയത്തുകൾ പറഞ്ഞത്. ജനങ്ങളിൽ ചില ആളുകളുണ്ട്, ഞങ്ങൾ മുഅ്മിനീങ്ങളാന്ന് പറയും, വിശ്വാസികളാന്ന് പറയും, പരലോകത്ത് വിശ്വാസം ഉണ്ടെന്ന് പറയും, പക്ഷേ റസൂലെ അവർക്ക് വിശ്വാസമൊന്നുമില്ല. അവർ അള്ളാഹിനെ പറ്റിക്കുകയാണ്, അതുപോലെ തന്നെ വിശ്വാസികളെ പറ്റിക്കുകയാണ്, അല്ലേ? അള്ളാഹിൻ്റെ റസൂലിനെ ചതിക്കുകയാണ്, ശത്രുക്കൾക്ക് കൂട്ടു നിൽക്കുകയാണ്. അതൊക്കെ ആരെ ചതിക്കുന്നതിന് തുല്യമാണ്? അള്ളാഹിനെ ചതിക്കുന്നതിന് തുല്യമാണ്. എന്നാൽ അവർ മനസ്സിലാക്കുന്നില്ല, അവരെ സൃഷ്ടിച്ച അള്ളാഹിനെ പറ്റിക്കാൻ ഒരിക്കലും അവർക്ക് കഴിയൂല. അവരെ വിചാരം അവർ അള്ളാഹിനെ പറ്റിക്കുന്നുണ്ട്. ശരിക്കും ആരെ പറ്റിക്കുന്നുണ്ട്? മുനാഫിക്കീങ്ങളെ പറ്റിക്കുന്നത്. പരലോകത്ത് അതിൻ്റെ
ഏറ്റവും മതപതനമായ ഏറ്റവും നിന്ദ്യമായ ശിക്ഷ അള്ളാഹിൻ്റെ അടുക്കിലേക്ക് അവർക്ക് കിട്ടുകയും ചെയ്യും. ഹൃദയത്തിലാകട്ടെ ഫീ ഖുലൂബിഹിം മറലുൻ ഫസാദഹുമുല്ലാഹു മറല, ഹൃദയത്തിലൊരു രോഗമുണ്ട്. രോഗം എന്ന് പറഞ്ഞാൽ പനിയും ജലദോഷവും മുനാഫിക്കൊക്കെ ഉണ്ട് എന്നല്ല പറയുന്നത്. അസൂയയും കുശുമ്പും ഈ അവർ കാണിക്കുന്ന തോന്നിയസങ്ങൾ അതൊരു രോഗമാണ് അല്ലേ. ആ രോഗം അള്ളാഹു ഇങ്ങനെ വർദ്ധിപ്പിക്കുകയാണ്. എന്നിട്ട് ഏറ്റവും കഠിനമായ ശിക്ഷ, വേദനയേറിയ ശിക്ഷ അള്ളാഹു അവർക്ക് കൊടുക്കുകയാണ്. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനമായിട്ട് പറഞ്ഞത്. എന്ന് വെച്ചാൽ മുനാഫിഖീങ്ങളുടെ സ്വഭാവം റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നിട്ട് അല്ലേ പറയും, ഇന്നക്കല റസൂലുള്ളാ, ഞങ്ങൾ അള്ളാഹിൻ്റെ റസൂൽ തന്നെയാണ്. നമ്മൾ പറഞ്ഞിരുന്നു അവരുടെ നേതാവ് അബ്ദുല്ലാഹിബിൻ ഉബയ്യബിൻ സലൂൽ അല്ലേ, അദ്ദേഹം മദീനത്തെ പള്ളിയിൽ മെഹ്റാബിൽ കയറി നിന്നിട്ട് പറയും, ഈ മുഹമ്മദ് നബിയിൽ നമ്മളെല്ലാവരും വിശ്വസിക്കണം എന്നൊക്കെ പറയും. നബിക്കെതിരെ എല്ലാ നിലക്കും ജൂതന്മാർക്ക് അടുത്ത് പോയിട്ട് കൂട്ടുകൂടിയിട്ട് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദ്രവിക്കാൻ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ്. അദ്ദേഹം പോലും മദീനത്തെ പള്ളിയിൽ വെള്ളിയാഴ്ച ജുമസ്കാരം കഴിഞ്ഞാൽ എന്താ പറയുക, ഇത് മുഹമ്മദ് നബിയാണ്, വിശ്വസിക്കണേ എന്നൊക്കെ പറയും. ഇതാണ് ജൂതൻ്റെ മുനാഫിക്കിൻ്റെ സ്വഭാവം. ഈ കൂട്ടത്തിൽ അല്ലേ ഇതിൻ്റെ ഉള്ളിലാണ് ഉണ്ടാകുക. അള്ളാഹിൻ്റെ റസൂലിന് ഇസ്ലാമിൻ്റെ ശത്രുക്കളെ, മുശ്രിക്കീങ്ങളെ പ്രത്യക്ഷത്തിൽ തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. ജൂതനെ തിരിച്ചറിയാൻ പറ്റും, പക്ഷെ മുനാഫിക്കിനെ തിരിച്ചറിയാൻ പറ്റില്ല. അത് ഇതിൻ്റെ ഉള്ളിലാണ്. ഇന്നും ഉണ്ടാവും. ഈ സമുദായത്തിൽ ഉള്ളിൽ തന്നെ ഉണ്ട് ആൾക്കാർ. ഞങ്ങളൊക്കെ മുസ്ലിങ്ങളെ പ്രതിനിധീകരിച്ച് ചാനലിലൊക്കെ ചിലപ്പോൾ ചർച്ചയ്ക്ക് വരും. ഇസ്ലാമിൻ്റെ ബാലപാഠം കൂടി അറിവിലായിരിക്കും. അവരെയായിരിക്കും ഇവർക്ക് ആവശ്യമുള്ളത്. എന്നിട്ടോ ഇസ്ലാമിൻ്റെ അഭിപ്രായം പറയും ഇവരാ, ഞങ്ങൾ ഞെളിഞ്ഞ് നടക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങളാന്ന് പറയാൻ കുറവുണ്ട്. ഇതിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ പിടിച്ച് പറ്റുകയും ചെയ്യും. അള്ളാഹ് പറയാണ്, വഇദാ ഖീല ലഹും ലാ തുഫ്സിദു ഫിൽ അർദ് ഖാലു ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ. വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, അഥവാ മുനാഫിഖീങ്ങളോട് പറയപ്പെട്ടാൽ, ലാ തുഫ്സിദു ഫിൽ അർദ്, ലാ തുഫ്സിദു, നിങ്ങൾ ഫസാദ് ഉണ്ടാക്കരുത്. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന പദം എന്തായിരിക്കും ഫസാദിൻ്റെ അർത്ഥം? കുഴപ്പമുണ്ടാക്കുക അല്ലേ, പ്രശ്നം ഉണ്ടാക്കുക. നമ്മളത് അറബി തന്നെ പറയലുണ്ട്, ഫസാദ് ഉണ്ടാക്കുക, നിന്നെ കൊണ്ട് വല്ലാത്ത ഫസാദ് ഈ നാട്ടിൽ എന്ന് പറയും അല്ലേ. ലാ തുഫ്സിദു ഫിൽ അർദ്, ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്. അപ്പോൾ ഖാലൂ, അവർ പറയും, ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഇന്നമാ നഹ്നു, തീർച്ചയായും ഞങ്ങൾ ഇത്ര മാത്രമേ ചെയ്യുന്നത്, മുസ്ലിഹു, ഞങ്ങൾ സുൽഹ് മാത്രം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് റസൂലുള്ളാഹിയും സഹാബികളും മുനാഫിഖീങ്ങളോട് പറയുമ്പോൾ, അഥവാ ഇങ്ങനെ പല അഭിപ്രായങ്ങളും പറയുമ്പോൾ ഇവർ പറയും, ഞങ്ങൾ പ്രശ്നക്കാരോ, ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ ആരാണ്, ഞങ്ങൾ സുൽഹ് ഉണ്ടാക്കുന്ന ആൾക്കാർ. എന്താ സുൽഹ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ? സന്ധി ഉണ്ടാക്കുക. ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മൾ കഴിഞ്ഞ ആയത്തുകളിലൊക്കെ പറഞ്ഞു, ഇവർക്ക് ഉള്ളിൽ ശരിക്കും വിശ്വാസം ഇല്ല, പുറത്ത് വിശ്വാസം ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് ഇവരുടെ പണി. ഇവർക്ക് ശരിക്കും ജൂതന്മാരുമായിട്ട് നല്ല കൂട്ടുകെട്ടുണ്ട്, മുശ്രിക്കീങ്ങളുമായിട്ട് നല്ല കൂട്ടുകെട്ടുണ്ട്. ഇവരവിടെയൊക്കെ പോയി ഇങ്ങനെ ഇരിക്കും അല്ലേ. മുനാഫിക്കീങ്ങൾ അവിടെ പോയിരിക്കും, ഇവിടെ പോയിരിക്കും അല്ലെ, അപ്പുറത്താക്കും ഇപ്പുറത്തും, ഒരു സമാധാനം ഇവർക്കും ഉണ്ടാവില്ല. ഇപ്പോൾ ഇവരെ കൊണ്ടുള്ള ഭയങ്കര ഷർറ, മുസ്ലിങ്ങളുടെ പല രഹസ്യങ്ങളും അങ്ങോട്ടേക്ക് എത്തുകയാണ്. അവർക്ക് പലതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയും സഹാബികളെ പറ്റിയും പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇവരോട് പറയും, നിങ്ങളിങ്ങനെ അള്ളാഹിനെ പറ്റിക്കുന്നു, നബീനെ പറ്റിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ തന്നെ മുസ്ലിങ്ങളെ നിങ്ങൾ വഞ്ചിക്കുന്നു, ഈ പണി നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന പണി നിർത്തുക എന്ന് പറയുമ്പോൾ ഇവർ പറയുന്നൊരു മറുപടി, ഞങ്ങൾ മുസ്ലിഹീങ്ങളാണ്. എന്താ ഉദ്ദേശിക്കുന്നതെന്നറിയോ? നിങ്ങളും ശത്രുക്കൾക്ക്, ഞങ്ങളുള്ളത് കൊണ്ടാണ് ശത്രുക്കൾ ഇങ്ങോട്ടേക്ക് വന്ന് ആക്രമിക്കുകയൊന്നും ചെയ്യാത്തത്. കാരണം ഞങ്ങൾ മുസ്ലിങ്ങളെ വലിയ ആൾക്കാരായിട്ട് അങ്ങോട്ട് പോയി പറഞ്ഞു കൊടുത്തിട്ട് ഞങ്ങളുടെ യോജിപ്പുണ്ടാക്കുക. പറഞ്ഞാൽ മനസ്സിലായോ നിങ്ങൾക്ക്? അഥവാ മുശ്രിക്കീങ്ങൾക്ക് റസൂലുള്ളാഹിനോട് വല്ലാത്ത വെറുപ്പായിരിക്കും, ജൂതന്മാർക്ക് വല്ലാത്ത വെറുപ്പായിരിക്കും. പക്ഷെ ഞങ്ങൾ മുസ്ലിങ്ങളെ പ്രതിനിധികളായിട്ട് അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ നല്ല ഇസ്തിരിയിട്ട കുപ്പായൊക്കെ പോയി ധരിച്ചിട്ട് അതങ്ങനെയൊന്നല്ല ഇങ്ങനെയൊന്നല്ല, നിങ്ങളൊന്നും ചെയ്യരുത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് എന്ന് പറയും. പക്ഷെ ഇവർ ശരിക്കും അപ്പുറത്തെ സദസ്സിലേക്ക് പോകുന്നത് എന്തിനാ പറഞ്ഞേ? മുസ്ലിങ്ങളെ ചതിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അല്ലേ. ഇത് നമ്മൾ പണ്ഡിതന്മാർക്ക് എടുത്ത് പറയും, ഇന്നുണ്ട് ഇത്. മുസ്ലിങ്ങളെ പ്രതിനിധീകരിച്ചിട്ട് പോകുമ്പോൾ ഇസ്ലാമിക പണ്ഡിതന്മാർ പറയും, ഇസ്ലാമിൻ്റെ ഒരു അഭിപ്രായം പറയാൻ ലോകത്തൊരാളെയും പേടിക്കൊന്നും വേണ്ട, ഒരാളെയും പേടിക്കണ്ട. കാരണം ഈ ഖുർആൻ ഒരാളെ പരിചയപ്പെടുത്താൻ ഒരു മുസ്ലിം എന്തിനാ ആളെ പേടിക്കുന്നത്? ഈ ഖുർആൻ ഹുദൽ ലിന്നാസ്, ഇത് ജനങ്ങളെ ഗ്രന്ഥ,
ഇത് നമ്മൾ പൂട്ടി വെക്കേണ്ട ഗ്രന്ഥമല്ല, ഇത് തുറന്ന് വായിക്കുന്ന ഗ്രന്ഥ. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥ. ഈ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലും വന്ന ഇസ്ലാമിക നിയമങ്ങളുണ്ട്. ക്രിമിനൽ നിയമങ്ങളുണ്ടാകും, സിവിൽ നിയമങ്ങളുണ്ടാകും, പലതും ഉണ്ടാകും. ഒരു പ്രശ്നം വരുമ്പോൾ അല്ലേ, മുമ്പ് നമുക്കൊരു ഓർമ്മയുള്ളത് പറയാം, സൗദി അറേബ്യയിൽ നൗഷാദിൻ്റെ കണ്ണ് പൊട്ടിക്കണം എന്നൊക്കെ പറഞ്ഞൊരു ഒരു നിയമം വന്നിരുന്നു. അതിനെ പത്രങ്ങൾ കുത്തിപ്പൊട്ടിക്കണം എന്നാക്കി, ചുയിന്നെടുക്കണം എന്നാക്കി, പല മോഡലാക്കി. അന്നും ചില ആളുകൾ മുസ്ലിങ്ങളെ പ്രതികരിച്ചിട്ട് ഒരു മുസ്ലിം പത്രത്തിൽ വന്ന വാർത്ത അത് കാടൻ നിയമമാണെന്ന ഒരു പത്രം കൊടുത്ത വാർത്ത. ഒരു മുസ്ലിങ്ങളെ സക്കാത്തും സ്വതക്കയും പിരിച്ച് നടത്തുന്ന പത്രത്തിൽ കൊടുത്ത വാർത്ത ഇതൊരു കാടൻ നിയമമാണ്. ഏത് നിയമം? അള്ളാഹുവിൻ്റെ ഖുർആനിൽ കണ്ണിന് പകരം കണ്ണ്, മൂക്കിന് പകരം മൂക്ക്, ചെവിക്ക് പകരം ചെവി. അതോ ഇസ്ലാമിൽ അങ്ങനെയാ? അബദ്ധത്തെ പറ്റി ഒരാൾ ബോധപൂർവ്വം ഒരാളെ കണ്ണടിച്ചു പൊട്ടിച്ചാൽ ഇസ്ലാമിലെ നിയമം എന്താണ്? തിരിച്ച് അവൻ്റെ കണ്ണു എന്ത് ചെയ്യും? പൊട്ടിക്കും. അതിന് ചുയിന്നെടുക്കൽ വേണോ വെടിവെച്ചിട്ടെടുക്കൽ വേണോ അത് വേറെ വിഷയമാണ് അല്ലേ? ഈ ഇത്തരത്തിലുള്ള പല വിഷയങ്ങളും വരുമ്പോൾ മുസ്ലിങ്ങൾ തന്നെ ഇറങ്ങും ഇസ്ലാമിൻ്റെ ആളുകളായിട്ട് ഇസ്ലാമിന് നാശം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ശത്രുക്കൾ ഇത് വല്ലാത്ത രീതിയിൽ ഇസ്ലാമിൻ്റെ പല നിയമങ്ങളെക്കുറിച്ചും പരിഹസിക്കുമ്പോൾ, സ്ത്രീയുടെ വേഷം, ഹിജാബിനെ പറ്റി വരുമ്പോൾ, ഇപ്പോൾ ആണും പെണ്ണും ഒന്നിച്ചിരിക്കുന്ന വിഷയം വന്നു, നാട്ടിൽ ചർച്ച വന്നു അല്ലേ? ഒരു ബെഞ്ചിൽ തന്നെ ആണും പെണ്ണും ഇരുന്ന് പഠിക്കണം. ഇത് പാശ്ചാത്യ രാജ്യങ്ങൾ എത്രയോ പഠിച്ച് നിർത്തിക്കഴിഞ്ഞൊരു വിഷയമാണ്. അഥവാ ആണും പെണ്ണും ഒന്നിച്ചിരുന്ന് പഠിച്ചാൽ, ആണും പെണ്ണും ഒരേ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കരുത്. അങ്ങനെ പഠിച്ചാൽ ആണ് കേൾക്കുന്നത് പോലെയല്ല പെണ്ണ് കേൾക്കുക, പെണ്ണ് കേൾക്കുന്ന പവറിലല്ല ആണ് കേൾക്കുക. രണ്ടിലും ഒരു ടീച്ചറുടെ ക്ലാസ് കേൾക്കുന്നതിൽ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് രണ്ടും രണ്ട് മോഡലാണ് ക്ലാസ് വേണ്ടത് എന്നൊക്കെ പഠിച്ച് പാശ്ചാത്യർ പോലും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സമ്പ്രദായമാണ്. ഇസ്ലാം കാലങ്ങൾക്ക് മുമ്പ് ആ നിലക്കുള്ളത് പിന്നെ ഇടകലരുന്ന ഭാഗം ഒഴിവാക്കണമെന്ന് പറഞ്ഞു, സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു. അത് നടപ്പാക്കുമ്പോൾ ഈ ചർച്ചകൾ നമ്മുടെ നാട്ടിലൊക്കെ ചാനലുകൾ വരുമ്പോൾ മുസ്ലിങ്ങളെ പേരും പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരും വന്നിരിക്കും. അവരെന്താ പറയുക അല്ലേ? അങ്ങനെ ഇരിക്കരുത് എന്ന് പറയുന്ന ആൾക്കാർ സമൂഹത്തിൽ ഒറ്റപ്പെട്ടഥവാ എന്തോ ഒരു മതമൗലികവാദിയായിട്ടും തീവ്രവാദിയായിട്ടും ചിത്രീകരിക്കും. ഈ സ്വഭാവം പണ്ട് മുതൽ മദീനത്ത് മുനാഫിക്കീങ്ങളുടെ കാലം മുതലുണ്ടായിരുന്നു. ശത്രുക്കളുടെ ഭാഗത്ത് പോയിട്ട് അവർക്ക് സന്തോഷിപ്പിക്കുന്ന വാർത്ത പറയുക, അതിനല്ലേ അവർക്ക് സുഖം കിട്ടുന്ന കാര്യങ്ങൾ പറയുക. അങ്ങനെയല്ല ഇസ്ലാമിൻ്റെ നിയമം എന്ന് പറഞ്ഞാൽ ഇതൊരു അള്ളാഹു തആല ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും ഭാവി കാലത്തെയും അറിയാവുന്ന അല്ലേ ത്രികാലജ്ഞാനിയ അള്ളാഹ്. ആ അള്ളാഹുവിൻ്റെ ഒരു നിയമം പറയാൻ ഞാനൊരു മുസ്ലിമായി എനിക്കൊരു മടിയും ഉണ്ടാകരുത് എന്നുള്ള ആളുകളാണ് മുസ്ലിങ്ങൾ. അല്ലാതെ ഇവരുണ്ടാക്കുന്നത് ശരിക്കൊരു കുഴപ്പമാണ്. അന്നുണ്ടാക്കിയതും കുഴപ്പമാണ്. ഇന്നിപ്പറഞ്ഞ കാനേഷ് മാപ്പിളാരും ഈ സമുദായത്തിന് വേണ്ടിയിട്ട് പറയുന്നതും മുസ്ലിങ്ങൾക്ക് ശരിക്കും എന്താണ്? കുഴപ്പമാണ്. കാരണം ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇസ്ലാമിൻ്റെ അഭിപ്രായമായിട്ട് കാണുന്നത്. ശരിക്കും ഇതും തമ്മിൽ എന്തുണ്ടാവില്ല? ഒരു ബന്ധവും ഉണ്ടാവില്ല. പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലേ? ഇവർ പറയുന്ന അഭിപ്രായവുമായിട്ട് ഇസ്ലാമിനൊരു ബന്ധവും ഉണ്ടാകൂല. പക്ഷേ ഈ അഭിപ്രായമായിരിക്കും ഇസ്ലാമിനെ കുറിച്ച് അറിയാത്ത ആളുകൾ എടുക്കുന്നത്. ശരിക്കുള്ള നിയമങ്ങൾ പറയുമ്പോൾ അവർക്കവിടെ തോന്നുകയാണ് അല്ലേ, എന്തും അങ്ങനെയാണ്. അതാണൊരു മുനാഫിക്കിൻ്റെ സ്വഭാവം. എന്തിനാ നിങ്ങളിങ്ങനെ പറയുന്നത് ചോദിക്കും. പണ്ടത്തെ മുനാഫിക്ക് പറയും അത് അവർക്ക് നമ്മളോടുള്ള വെറുപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് റസൂലെ ഞങ്ങളങ്ങനെ ചെയ്യുന്നത് എന്ന് പറയും. കുഴപ്പം ഉണ്ടാക്കരുത് എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല ഞങ്ങൾ സുൽഹ ഉണ്ടാക്കുന്നത്. ഇന്നത്തെ മുനാഫിക്കിനോട് പറയുമ്പോഴും എന്താ ഒരു മുസ്ലിങ്ങൾ ആചാരപ്രകാരം ഒരു മതപരമായ ആഘോഷത്തിൻ്റെയോ മറ്റോ കാര്യങ്ങളിലും നിങ്ങൾ പങ്കെടുക്കരുതേ. ക്രിസ്മസ് വരാൻ പോകുകയാണ്, ക്രിസ്മസിൻ്റെ കേക്ക് മുറിക്കുന്നതിൽ നിങ്ങൾ പങ്കെടുക്കരുതേ അല്ലേ? ആ കേക്ക് വാങ്ങി നിങ്ങൾ തിന്നല്ലേ? അത് അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഷിർക്കിൻ്റെ ഒരു ആഘോഷം നടക്കുകയാണ്. അള്ളാഹ്ക്ക് മോനുണ്ട് എന്ന് പറഞ്ഞാൽ ലോകത്ത് അള്ളാഹുവിനോട് അതിനേക്കാളും വലിയൊരു തെറ്റ് വേറെ ആൾ ചെയ്യുന്നില്ല. വ്യഭിചാരി എന്ന് പറയുക. അള്ളാഹ് മോനെ സ്വീകരിച്ചിട്ടില്ല. അള്ളാഹ് കുട്ടിയെ സന്താനത്തെ സ്വീകരിച്ചിട്ടില്ല. അള്ളാഹ്ക്ക് മോനില്ല എന്ന് അള്ളാഹ് പഠിപ്പിക്കുമ്പോൾ അള്ളാഹിൻ്റെ മോനാണ് ഈസ എന്ന ആ നിലക്ക് പറഞ്ഞിട്ട് അല്ലേ, ആ നിലക്ക് പറഞ്ഞ് അതിൻ്റെ പേരിൽ ആഘോഷിക്കുന്ന ഒരാഘോഷം മുസ്ലിമേ നീ തിന്നരുതേ എന്ന് പറയുമ്പോൾ ഒരു ടീമതാ അത് പെരുന്നാളിന് ഇങ്ങോട്ട് വന്നോട്ടെ, ഇങ്ങനെ അങ്ങോട്ടും പോയിക്കോട്ടെ, ഓണത്തിന് അങ്ങോട്ട് പോയിക്കോട്ടെ, പെരുന്നാളിന് ഇങ്ങോട്ട് വന്നോട്ടെ. എന്തിനാ ഇങ്ങനെ പറയും? ഇന്നത്തെ മുനാഫിക്കും പറയും. അപ്പോഴാണ് വെറുപ്പ് പറയും. അല്ലെങ്കിൽ ഒരിക്കൽ ഭയങ്കര വെറുപ്പായിരിക്കും. ഈ ആൾക്കാരൊക്കെ വർത്താനം കേട്ടാൽ നീയിരിക്കും ക്രിസ്ത്യാനികൾ റസൂലുള്ളാഹിൻ്റെ കാലത്ത് ജീവിച്ചിട്ടില്ല, ജൂതന്മാർ റസൂലുള്ളാഹിൻ്റെ കാലത്ത് ജീവിച്ചിട്ടില്ല, അറേബ്യയിൽ മുശ്രിക്കീങ്ങൾ ജീവിച്ചിട്ടില്ല, അവർക്കൊന്നും ആഘോഷങ്ങളില്ല. ഇന്നത്തെക്കാളും ആഘോഷങ്ങൾ അന്നുണ്ട് ജൂതന്. ഇന്നത്തെക്കാളും ആഘോഷം പണ്ടുണ്ട്. ഒരാഘോഷത്തിലും മുസ്ലിങ്ങളും പിന്നെ ജൂതന്മാരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച ഹദീസ് കാണാൻ പറ്റൂല, ഖുർആനിൽ കാണാൻ പറ്റൂല
അല്ലേ? എന്നാലോ റസൂലുള്ളാഹിന്റെ പടയെങ്കിൽ ജൂതൻ്റെ കയ്യിൽ പണയം കൊടുത്തിട്ടുമുണ്ട്. ഓൻ്റെ മതപരമായ ആഘോഷത്തിൽ പോയി ഭക്ഷണം കഴിച്ച് നമുക്ക് കാണാൻ പറ്റൂല. ഇന്നത്തെ മുനാഫിക്കിൻ്റെ മറുപടി എന്താണെന്നറിയോ? അത് വെറുപ്പ് കുറക്കാനാ, ദേഷ്യം കുറക്കാനാ. ഇതന്നെയാ പണ്ടും പറ. ശരിക്കും ഇവരുണ്ടാക്കുന്ന കുഴപ്പമാണ്. ഇവരെ ഭാഷപ്രകാരം, മുനാഫിക്കിൻ്റെ ഭാഷപ്രകാരം പണ്ടും റസൂലുള്ളാഹിയും സഹാബികളും കുറച്ച് സ്ട്രോങ്ങാണ്. ഇന്നത്തെ മുനാഫിക്കിൻ്റെ ഭാഷയിലും എന്താണ്? ഇതൊന്നും പാടില്ല എന്ന് പറയുമ്പോൾ ഒരു തീവ്രവാദ വർത്താനാണ്, ഒരു വർഗീയത ഉണ്ടാക്കുന്ന വർത്താന, സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന വർത്താന. ഇതാർക്കാണ് ഇത് തോന്നുന്നത്? മുനാഫിക്കിനാ തോന്നുന്നത്, കപടന്മാർക്ക് അല്ലേ? നേരെ മറിച്ചിട്ട് സഹോദരിമാരെ നമുക്ക് എപ്പോഴും പറയാൻ പറ്റണം, നീ എന്താടാ ഇത്ര നല്ലവനായത് എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു മുസ്ലിമാന്ന് പറയാൻ പറ്റണം. നീ എന്താ ഒരാൾക്ക് വെറുതെ ഒരു ബോട്ടിൽ വെള്ളം നീ കൊടുക്കുന്നത്? ഞാനൊരു മുസ്ലിമായത് കൊണ്ട്. കാരണം എൻ്റെ അള്ളാഹ് എന്നെ അതാ പഠിപ്പിച്ചത്, എൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ അതാ പഠിപ്പിച്ചത്. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഇത് അഭിമാനം വേണം നമുക്ക്, ഒരു പ്രശ്നവും ഉണ്ടാകൂല. ഇതാണ് വഇദാ ഖീല ലഹും ലാ തുഫ്സിദു ഫിൽ അർദ്. ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത് എന്ന് മുനാഫിക്കീങ്ങളോട് പറയപ്പെട്ടാൽ ഖാലു, അവർ പറയും, ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ സുൽഹ് ഉണ്ടാക്കുന്നവരാ. അല, അറിയണേ, അല്ലാഹ് പറയാ, ഇന്നഹും, തീർച്ചയായും അവർ, ഹുമുൽ മുഫ്സിദൂൻ, അവർ തന്നെയാ കുഴപ്പക്കാർ. ഇവർ സുൽഹിൻ്റെ ആൾക്കാരല്ല, ഇവരെന്തിൻ്റെ ആൾക്കാരാ? കുഴപ്പത്തിൻ്റെ ആൾക്കാരാ. വലകില്ല യശ്ഉറൂൻ, പക്ഷെങ്കിൽ അവരത് അറിയുന്നില്ല. ഓരുണ്ടാക്കുന്നതിൻ്റെ ഭവിഷ്യത്ത് ഓരറിയുന്നില്ല ശരിക്കും. ഇസ്ലാമിൻ്റെ ആളുകളായിട്ട് റസൂൽ തന്നെ സദസ്സിൽ പോയിരിക്കും, പലതും കേൾക്കും. തൊട്ടപ്പുറത്ത് മദീനയിൽ അഥവാ ഷാമിൽ നിന്ന്, പ്രത്യേകിച്ച് ഫലസ്തീനിൽ നിന്ന് കുടിയേറി പാർത്ത ആൾക്കാരാ മദീനയിലേക്ക്. ഇങ്ങനെ ഫലസ്തീനിൽ താമസിച്ച ജൂതന്മാർക്കറിയാം മദീനയിൽ ഈത്തപ്പനകളും തോട്ടങ്ങളും അതുപോലെ തന്നെ അരുവികളും ഒക്കെയുള്ളൊരു പ്രദേശം ഞങ്ങൾ തൗറാത്തിൽ വായിച്ചിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് ഒരു നബി വരാനുണ്ട് എന്നത് വായിച്ച് പഠിച്ച ജൂതന്മാർ മദീനക്ക് തൊട്ടപ്പുറത്ത് വന്ന് താമസിച്ചു. എന്നിട്ട് മദീനയിലേക്ക് വന്ന് കയറി താമസിച്ചു. അങ്ങനെയാണ് മദീനത്ത് ഗോത്രങ്ങളുണ്ടായത്, ജൂതഗോത്രങ്ങളുണ്ടായത്. ആ മദീനയിൽ വെച്ച് പിന്നെ അവരും ഒരു ഭാഗത്ത് മുശ്രിക്കീങ്ങളും ഒരു ഭാഗത്ത് പിന്നെ മുസ്ലിങ്ങളൊക്കെ ജീവിക്കുന്ന സമയത്താണ് ഇതിൻ്റെ ഒക്കെ ഉള്ളിൽ മുസ്ലിങ്ങളുടെ ആളുകളാണെന്ന് ഇപ്പുറത്ത് വന്ന് പറയുകയും എന്നാൽ അപ്പുറത്ത് പോയിട്ട് ഞങ്ങൾ നിങ്ങളുടെ ആളുകളാ എന്ന് പറയുകയും ചെയ്യുന്ന മുനാഫിക്കിൻ്റെ പണി തുടങ്ങുന്നത്. ഇവർ ശരിക്കും അവിടെ മദീനത്ത് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കിയത്. ആ പ്രശ്നമാണ് യുദ്ധത്തിൽ പോകുമ്പോൾ പോലും കാണാം. യുദ്ധത്തിന് പോകുമ്പോൾ ഇവർ വരൂല, കാരണം മരണത്തെ പേടിയാണ്. ഈമാനുള്ള ആൾക്ക് മരണത്തെ പേടിയില്ല അല്ലേ? മറ്റൊരു നിങ്ങൾ മുമ്പിലിടയ്ക്ക് ഞങ്ങൾ വേക്കുണ്ടെന്ന് അറിയും. ഇവർ യുദ്ധത്തിൽ പോകണ്ട പല സഹാബികളെയും പറഞ്ഞ് തിരിപ്പിക്കും. എന്തിനാ പോകുന്നത്? ഒരാൾക്ക് പോകാൻ കഴിയൂലെങ്കിൽ വേറെ ആളെ തിരിപ്പിക്കും അല്ലേ? ഒരാളൊരു സദക്ക കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഈ സദസ്സിൽ. നിങ്ങൾ വിചാരിച്ചു നോക്കിയേ, ഓൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി വേർത്തിടും പറയും, ഇതൊക്കെ വെറുതെ പറ്റിക്കാൻ വേണ്ടി പറയാം കേട്ടോ, ഇതിനൊന്നും സ്വതക്കേൻ്റെ ഒന്നും ആവശ്യമില്ല, ഇഷ്ടംപോലെ ഒക്കെ അവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ട്, എന്തിനാ അവനത് പറയുന്നത്? ഓൻ്റെ കൂടെ രണ്ടാളെയും കൂടി എനിക്ക് കിട്ടണം. ഇതുപോലെ മുനാഫിക്കുകൾ ഇങ്ങനെ പറയും, യുദ്ധത്തിലൊന്നും പോകണ്ട, മരിക്കും എന്നൊക്കെ അങ്ങനെയൊക്കെ പറയും. എന്നാൽ പോയ യുദ്ധം ജയിച്ചാലോ സൈഡായിട്ട് വേറെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പം ജയിക്കും അല്ലേ? ജയിച്ചാൽ പറയും ഞങ്ങൾ പറഞ്ഞതുപോലെ ചെയ്തുകൊണ്ട് ജയിച്ചു. തോറ്റാൽ എന്താ അറിയുക? പണ്ടേ പറഞ്ഞിട്ടുണ്ട് പോകണ്ടെന്ന്. ഇത് മുനാഫിക്കിൻ്റെ സ്വഭാവമാണ്, മദീനയിൽ ചെയ്യുന്ന പണിയാണ്. അതുകൊണ്ട് ഉഹദ് യുദ്ധത്തിന് പോകുമ്പോൾ പോലും മദീനയിൽ നിന്ന് ഉഹദിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് 300 ആളുകളെ വിളിച്ചു. അബ്ദുല്ലാഹിബ്നു ഉബയ്യ് സലൂൽ അല്ലേ? എത്ര ആളെ വിളിച്ചത്? 300 ആളെ വഴിക്കുന്ന വിളിച്ചു. ഭയങ്കര ചതിയാണത്. പോയിക്കൊണ്ടിരിക്കുന്ന ഓണ്ട വേല അത് വലിക്കുന്നത്. ഇങ്ങനെ അവർ ചതിച്ചു. എന്നിട്ടോ വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ ആമിനു, നിങ്ങൾ വിശ്വസിക്കണേ. എന്താ പറയപ്പെടുന്നത് എന്ന് പറഞ്ഞേ? നിങ്ങൾ വിശ്വസിക്കണേ. മുനാഫിക്കിനോട് പറയാം നിങ്ങൾ വിശ്വസിക്കണേ. ഇവർ ശരിക്കും എന്ത് പറയുന്നുണ്ട്? ഞങ്ങൾ മുസ്ലിങ്ങൾ, ഞങ്ങൾ വിശ്വസിച്ചവരാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അള്ളാഹ് പറയുക, എന്നാൽ നിങ്ങളൊന്ന് വിശ്വസിക്ക്, കമാ ആമനന്നാസ്, എല്ലാ ജനങ്ങളും വിശ്വസിച്ചതുപോലെ, അഥവാ സഹാബികളൊക്കെ വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിക്കണമെന്ന് ഇവരോട് സ്വകാര്യമായിട്ടൊക്കെ പറഞ്ഞാൽ ഇവരെന്താ പറയുന്നറിയാം? ഖാലു, അവർ പറയും, അനുമിനു, ഞങ്ങൾ വിശ്വസിക്കുകയോ, കമാ ആമന സുഫഹ, ഈ വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുക. എപ്പോൾ നോക്കിയാൽ നിങ്ങൾ മദീനത്തെ പള്ളിയിൽ മിഹ്റാബിൽ നിന്നിട്ട് റസൂലുള്ളാഹിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞ കൂട്ടരോട് സ്വകാര്യമായിട്ട് പറയുക, എന്നാൽ നിങ്ങൾ സഹാബികളൊക്കെ വിശ്വസിച്ചതുപോലെ നബിയിൽ വിശ്വസിക്കുമെന്ന് പറയുമ്പോൾ ഇവർ ശരിക്കുള്ള സ്വഭാവം എപ്പോഴാണ്? ഈ വിഡ്ഢികൾ ആരെ പറ്റിയാണ് പറഞ്ഞത്?
സഹാബികളെ പറ്റി പറയുക, അത് ആ ഒറിജിനൽ മുസ്ലിങ്ങളെ പറ്റി പറയാണ്, ഈ വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ? അപ്പം തന്നെ അറിയാം ഇവർക്ക് വിശ്വാസം ഇല്ലാന്ന് പറയാ. അല്ല പറയാ, അല അറിയണേ, ഇന്നഹും ഹുമുസ്സുഫഹ അവരാണ് ശരിക്കും വിഡ്ഢികൾ, വലാകില്ല യഅലമൂൻ അവരെന്തല്ല അതറിയുന്നില്ല. ഇവിടെ പറയാ, പിന്നെ നിങ്ങൾ സഹാബികളൊക്കെ വിശ്വസിക്കുന്നത് പോലെ നിങ്ങളും വിശ്വസിക്കണേ എന്ന് പറയുമ്പോൾ അവർ പറയും ഈ വിശ്വാസം വിഡ്ഢിത്ത വിശ്വാസം. ഇന്നത്തെ മുനാഫിക്കും ഞാൻ പറഞ്ഞില്ലേ, ഓരോന്നും അള്ളാഹിൻ്റെ കൂടെ നമ്മൾ താരതമ്യം ചെയ്യണം. ശരിക്ക് മത നിയമങ്ങളിൽ എന്ത് വേണോ ആ നിലയ്ക്ക് വിശ്വസിച്ച ആളുകളെ ഇന്നത്തെ കാനേഷുമാർ മാപ്പിളമാർ, കാനേഷ് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ കാനേഷ് മാപ്പിള പേര് കൊണ്ട് മുസ്ലിങ്ങളായ ആൾക്കാരുണ്ടാവും, അവർക്കും പിടിക്കൂല. അവർ ഇതൊരു വിഡ്ഢിത്തായിട്ട് കാണുക, അല്ലേ? കണ്ടില്ല, അത് പാടില്ല, ഇത് പാടില്ല, ഇല്ല, സാഹചര്യത്തിനനുസരിച്ച് മാറ്റണം, അങ്ങനെയല്ലാതെ ജീവിക്കാൻ പറ്റില്ല, ഇസ്ലാം കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കേണ്ടതുണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ശരിക്കും സഹോദരങ്ങളെ, നമ്മൾ ഇസ്ലാമിനെ അറിയേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുന്ന് ഇങ്ങോട്ടാണ്, ഇവിടുന്ന് അങ്ങോട്ടാണ് പലപ്പോഴും നമ്മൾ ഇസ്ലാമിനെ അളക്കുന്നത്. അവിടെ അതില്ലേ, ഇവിടെ അതില്ലേ, നമ്മൾ കേരളക്കാർ കുറച്ചൊക്കെ ഉഷാറാണ്, ഇതിൻ്റെ അപ്പുറത്ത് പോയാൽ ഇത് ഇത്രയേ ഇല്ല എന്നൊക്കെ പറയുന്നൊരു സ്വഭാവം നമ്മൾക്കുണ്ട്. അത് പാടില്ല. വിശ്വസിക്കേണ്ടത് എങ്ങനെയാണോ സ്വഹാബികൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ വിശ്വസിച്ചോ അങ്ങനെ വിശ്വസിക്കണം. ഇവർ വിശ്വാസിയാണെന്ന് പറഞ്ഞിട്ടും ഇവരുടെ വാദപ്രകാരം സഹാബികൾ ശരിക്കും വിഡ്ഢിയാണ്. നബിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും എന്താണ് ഒരു പ്രത്യേകമായിട്ട് പിന്നെ ഒരു പൊട്ടത്തരം ചെയ്യുന്ന പോലെ വാദങ്ങൾ. ഇനി എന്തിനാ ഇവർ വിശ്വാസിയാകുന്നത് എന്ന് അടുത്ത ആയത്തിൽ അല്ലാഹ് പറയാ, വഇദാ ലഖുല്ലദീന ആമനു, വഇദാ ലഖുല്ലദീന ആമനു സത്യവിശ്വാസികളെ ഇവർ കണ്ടാൽ ഖാലു അവർ പറയും ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അഥവാ കൂട്ടത്തിലെത്തിക്കഴിഞ്ഞാൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയും. ഞാൻ പറഞ്ഞില്ലേ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമയം എത്തുമ്പോഴാണ് അല്ലാഹു തആല മുനാഫിക്കുകളുടെ ചില പേരുകളൊക്കെ പറഞ്ഞു കൊടുത്തത്. അതുവരെ ആരാ മുനാഫിക്ക് എന്ന് അറിഞ്ഞൂടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ വിശ്വാസിയാണെന്ന ധാരണ. എന്തിനാ ഇവർ വിശ്വസിക്കുന്നത് എന്ന് ശരിക്കും അറിയോ? മുസ്ലിങ്ങളെ കൂട്ടത്തിൽ ഇവർക്കറിയാം, മുസ്ലിങ്ങളെ കൂട്ടത്തിൽ കൂടിയാൽ യുദ്ധത്തിൽ ജയിച്ച് കിട്ടിയാൽ പിന്നെ എന്ത് കിട്ടും? ഗനീമത്ത്, സ്വത്ത് കിട്ടും. അത് ഇവർക്ക് വേണം. അതെങ്ങാനും വിശ്വാസമിട്ടില്ല എന്താനും ഒരു ശത്രുവിൻ്റെ വെട്ടുകൊണ്ട് മരിച്ചാൽ പോവുകയും ചെയ്ത് കാര്യം. യുദ്ധം ചെയ്യരുത് എന്ന ഗനീമത്ത് കിട്ടണം. എല്ലാത്തിലും ഉണ്ടാവും. നമ്മൾ പറയലില്ലേ അല്ലേ, ചില ആൾക്കാരെ സ്വഭാവം അങ്ങനെയാണ്. എല്ലാത്തിലും ഒരു ഉപകാരം ഓനെ കൊണ്ടുണ്ടാവൂല. നാട്ടുകാർ കണ്ടായിരിക്കും ഓൻ തന്നെയാണ് ഉപകാരമൊക്കെ ചെയ്തവൾ അല്ലേ. അഭിപ്രായം പറയും, ലാസ്റ്റ് ഒന്ന് അഭിപ്രായം പറയുന്ന ആൾക്കാരുണ്ടാവും. ഒരു നോട്ടീസ് ഒട്ടിക്കാൻ പോലും കിട്ടിയിട്ടുണ്ടാവൂല. ഇത് സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മൾക്ക് ഉണ്ടാകരുത്. ഇവർ പ്രത്യേകിച്ച് മുഫസ്സിറുകൾ ഈ ആയത്തിനെടുത്ത് പറയുന്നത് യുദ്ധാർജിത മുതലുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇവരെപ്പോഴും മുസ്ലിങ്ങളെ കൂട്ടത്തിൽ കൂടും. എന്നാൽ മരണത്തെ പേടിച്ച് വീട്ടിൽ നിന്ന് യുദ്ധം ചെയ്യാൻ പുറപ്പെടാൻ പോലും ഇവർക്ക് കഴിയുകയില്ല, ധൈര്യം ഉണ്ടാകൂല, ചെയ്യുകയില്ല. ഇവർക്കറിയാം പേടിയാ, മരണത്തെ പേടിയാ. എന്നാൽ ഇവർ പറയും ഇതാ ഖലൗ, അങ്ങനെ അവർ ഒറ്റക്കായാൽ, ഖലൗ എന്ന് പറഞ്ഞാൽ ഖല കാലിയ, നമ്മൾ മലയാളത്തിൽ കാലി എന്ന് പറയുന്നില്ലേ, ശരിക്കും അറബി പദാണത് ഖാലി എന്നാ. ഖാലി അതാണ് നമ്മൾ മലയാളത്തിൽ എന്തായി ഉപയോഗിക്കുന്നത്? കാലി എന്ന് ഉപയോഗിക്കുന്നത് അല്ലേ. ബാത്റൂം, ടോയ്ലറ്റിന് അറബി പറയൽ എന്താണ്? ഹമാം നമ്മൾ ഇന്ന് പറയൂലേ. ശരിക്കും ഖല എന്നുള്ളൊരു പദമുണ്ട്. എന്തിനാ ഖല എന്ന് പറയാൻ കാരണം ഒഴിഞ്ഞിരിക്കുക. പണ്ട് സമയത്ത് ഇങ്ങനെ ബാത്റൂമിൽ ഇതുപോലത്തെ ടോയ്ലറ്റുകൾ ഇല്ലായിരുന്നു. ആദ്യ സമയങ്ങളിലൊക്കെ ആളുകൾ കാണുന്നതിൽ നിന്നും ഒഴിഞ്ഞിരിക്കലാണ്. അങ്ങനെയാണ് ഏത് പദം വന്നത്? ഖല എന്നുള്ള പദം വന്നത്. മാറിയിരിക്കുക, ഒഴിഞ്ഞിരിക്കുക അല്ലേ. പിന്നെ ഹമാമാണ്, പിന്നെ ബാത്റൂം എന്നുള്ള പദം വന്നു, ആ നിലക്ക് വന്നു. ഇവിടെ ഖലൗ ഒറ്റയ്ക്കിരിക്കുക, ഒഴിഞ്ഞിരിക്കുക. ഇതാ ഖലൗ അവർ തനിച്ചായി കഴിഞ്ഞാൽ, ഇല ഷയാത്വീനിഹിം അവരുടെ പിശാചുക്കൾ, അഥവാ ജൂതന്മാരെയും ഈ കപടന്മാരും എല്ലാവരും ഉദ്ദേശിച്ചുകൊണ്ടാണ് അള്ളാഹ് പ്രത്യേകിച്ച് ജൂതന്മാരെ ഈ കപടന്മാർ പറയാണ്. അവർ ഈ കപടന്മാരിലേക്ക് അഥവാ മുസ്ലിങ്ങളെ ശത്രുക്കളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഖാലു അവർ പറയും ഇന്നാ മഅക്കും ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെയാണ്, ഇന്നമാ നഹ്നു തീർച്ചയായും ഞങ്ങൾ മുസ്തഹ്സിഊൻ ഞങ്ങൾ അവരെ പരിഹസിക്കുക തന്നെ ചെയ്യുകയാണ്. രണ്ടും മനസ്സിലായില്ലേ?
മുസ്ലിങ്ങളെ കൂട്ടത്തിലെത്തുമ്പോൾ വിശ്വാസി എന്ന് പറയും. എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാ? ഗനീമത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇന്ന് പറയും ഈ ഇസ്ലാമിൻ്റെ നിയമങ്ങളൊക്കെ കളിയാക്കുന്ന ആളും OBC വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, എഴുതി കൊടുത്തിട്ടാണ് ജോലി മേടിക്കുക. അതിൻ്റെ ന്യൂനപക്ഷത്തിന് കിട്ടുന്ന എന്തൊക്കെ ആനുകൂല്യങ്ങളുണ്ടോ അതൊക്കെ ഓനും മേടിക്കും അല്ലേ. ഓനിക്ക് പിന്നെ ചില ആളുകൾക്ക് ഇസ്ലാം കല്യാണത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടാനായിരിക്കും ഇസ്ലാം വേണ്ടത് അല്ലേ. ജസ്റ്റ് ആ നിക്കാഹിൻ്റെ സമയത്ത് പള്ളി കമ്മിറ്റി ലെറ്റർ പേഡിലൊന്ന് ടൈപ്പ് ചെയ്യണം, അതിനും വേണ്ടിയിട്ട് ആടെ ഇരുന്ന് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അതോടുകൂടി ഓൻ്റെ കല്യാണം പിന്നെ ഇസ്ലാം വെച്ചൊരു ബന്ധവും കൂടി ഉണ്ടാവില്ല അല്ലേ. പിന്നെ JCBനെ തോളവനക്കാണോ, പിന്നെ എനിക്ക് ദീന് വേണ്ട, പിന്നെ മരിച്ചാൽ വേണം അല്ലേ. ഏതെങ്കിലും സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഇസ്ലാമിൻ്റെ ആളുകളായിട്ട് വരും. അപ്പുറത്തെത്തിക്കഴിഞ്ഞാലോ അല്ലേ, സദസ്സിലെത്തിക്കഴിഞ്ഞാൽ അല്ലേ, ഒരു മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും മിക്സ്ഡായിട്ടിരിക്കുന്ന സദസ്സിലേക്ക് കയറി ചെന്നിട്ട് അസ്സലാമു അലൈക്കും പറയാൻ പേടിയാണ്. എന്തുകൊണ്ടാണ്? ഞാനിപ്പോൾ അസ്സലാമു അലൈക്കും പറഞ്ഞാൽ അവനെന്താ വിചാരിക്കുക? ഫ്ലൈറ്റിൽ കയറിയാൽ നിസ്കരിക്കാൻ പേടിയാണ്. എന്തുകൊണ്ടാണ്? ഞാനിപ്പോൾ ഈ സീറ്റിൽ വന്ന് നിസ്കരിച്ചാൽ അപ്പുറത്തെ കാഫിർ എന്താ വിചാരിക്കുക? അപ്പുറത്തെ കാഫിർ കള്ളുടിക്കുമ്പോൾ മാപ്പിള എന്താ വിചാരിക്കുക എന്നൊന്നും ചിന്തിച്ചിട്ടില്ല അല്ലേ. നമ്മൾ നിസ്കരിക്കുമ്പോൾ മോനെന്താ വിചാരിക്കുക എന്നാണ് ചിന്തിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞ് നിസ്കരിക്കും. നമ്മൾ ഈ യാത്രകളിലൊക്കെ കാണലുണ്ട് സൗദികൾ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഓരോ ഭാഗത്തും, സൗദികളിൽ നിന്ന് മാത്രമല്ല പാകിസ്ഥാനികൾ വലിയ ട്രക്ക് ഡ്രൈവർമാരൊക്കെ നിസ്കരിക്കുന്നത് കാണും. നമുക്കിതൊക്കെ കുറവ്. നമ്മളെ മർമ്മയിൽ ഒത്തിട്ടൊക്കെ നിസ്കരിക്കപ്പോൾ എന്നറിയാം എല്ലാ സമയവും കഴിഞ്ഞിട്ടായിരിക്കും നിസ്കരിക്കുക അല്ലേ. ദീനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊന്നുമില്ല. എന്നാൽ മറ്റുള്ള ആളുകൾ ഇസ്ലാമിനെ പറ്റി എന്തെങ്കിലും മോശം പറയുമ്പോൾ അല്ലേ, എന്തെങ്കിലും ഇസ്ലാമിക നിയമവുമായി ബന്ധപ്പെട്ട ചർച്ച നാട്ടിൽ നടക്കുമ്പോൾ ഈ പീഡക്കൊലായിരുന്നിട്ട് നമ്മളും പറയും അത് നിങ്ങൾ പറഞ്ഞ കുറച്ചൊക്കെ ശരിയുണ്ട് കേട്ടോ, അത് കുറച്ചൊക്കെ ഇസ്ലാമിൻ്റെ അങ്ങനെ വണ്ടിയില്ലായിരുന്നു, ഇങ്ങനെ വണ്ടില്ലേ. എന്തൊക്കെ ന്യായം നമുക്ക് ഉണ്ടാക്കുക? ആരെപ്പറ്റിയായി പറയുന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു നിയമം. ലോകം അതിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇതിനങ്ങോട്ട് തിരുത്താൻ നോക്കുന്നത് നമ്മുടെ വിവരക്കേട് എന്നല്ലാതെ. ജാഹിലിയങ്ങൾ ഇസ്ലാമിനെ പറ്റി പറയരുതെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളെ തൊള്ളേനെ കൊണ്ട് ഇസ്ലാമിനെ തർക്കിച്ചയക്കാനുള്ളതല്ല അല്ലേ. ഇസ്ലാമിനെ പറ്റി നമ്മൾ പറയുമ്പോൾ ഇസ്ലാമിനെയാ ബാധിക്കുന്നത് എന്നുള്ള ബോധം നമുക്ക് പലപ്പോഴും മറന്നുകയാണ്. ഇസ്ലാമിലേക്ക് വരാൻ വലിയ പ്രയാസമാണ്, പക്ഷേ ഇസ്ലാമിൽ നിന്ന് പോകാൻ ഒരു വാക്ക് മതി. ഇസ്ലാമിൻ്റെ ഏതെങ്കിലും ഒരു നിയമത്തെ നമ്മൾ പുച്ഛിച്ചാലുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. മുനാഫിക്ക് പറയും അല്ലേ, അവർ ആ മുസ്ലിങ്ങളെ കാണുമ്പോൾ ഈ സ്വത്തും മുതലും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നത്, അവരിത് പറയുന്നത് ചെയ്യുന്നുണ്ടത്. ഞാൻ നിങ്ങൾ നേരത്തെ പരിചയപ്പെടുത്തിയ റസൂലുള്ളാഹില്ലേ, അതോ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലില്ലേ, മുനാഫിക്കിൻ്റെ നേതാവില്ലേ, അദ്ദേഹത്തിൻ്റെ മയ്യത്തിൻ്റെ ഇമാമത്തായിട്ട് ആരാ നിസ്കരിച്ചത്? അള്ളാഹുവിൻ്റെ റസൂൽ നിസ്കരിച്ചിട്ടുണ്ട് അല്ലേ. എന്താ കാഫിറല്ല, അഥവാ ആ നിലക്ക് ഒരു വിധി എഴുതിയിട്ടില്ല, അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന വന്നിട്ടില്ല, നിസ്കരിച്ചിട്ടുണ്ട്. 70 വട്ടം തൗബ ചെയ്താലും പുറത്തു കൊടുക്കൂല എന്ന് പറഞ്ഞപ്പോൾ 71 വട്ടം തൗബ ചെയ്യാനാണ് നോക്കുന്നത് അല്ലേ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ എളിമയാണത് ഒരാൾ രക്ഷപ്പെടട്ടെ എന്ന് കരുതിയിട്ട് ഉമർ റളിയല്ലാഹുവിനൊക്കെ അത്ര ആ സമയത്ത് ദേഷ്യവും പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. എന്ത് ചെയ്യാനാ അല്ലേ. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പറയാം, നമ്മൾക്ക് ആ സ്വഭാവം ഉണ്ടാകരുത്. മുനാഫിക്ക് തന്നെ കപടെന്ന അല്ലേ, ആ പ്രയോഗം നോക്ക് നിങ്ങൾ. നമ്മൾ മുസ്ലിങ്ങളാ സഹോദരങ്ങൾ, ഇസ്ലാമിൻ്റെ ഒരു നിയമത്തെ നമ്മൾ കാരണത്താൽ ഒരിക്കലും ഒരു പ്രയാസങ്ങൾ ഉണ്ടാക്കരുത്. ഞാൻ പ്രത്യേകിച്ച് പെണ്ണുങ്ങളോടൊക്കെ പറയുക, തലമറക്കാതെ എവിടെയോ നാട്ടിൽ നമ്മൾ നടക്കുമ്പോൾ ഒരു മുസ്ലിമിനെ ശത്രുക്കൾ കാണുന്നത് ഇങ്ങനെയാണ്. നമ്മൾ തലമറക്കാതെ മാപ്പിള സ്കൂളിലും മാപ്പിള ഹൈസ്കൂളിലും മാപ്പിള UP സ്കൂളിലൊക്കെ മാപ്പിളേൻ്റെ പേരും പറഞ്ഞിട്ട് ആനുകൂല്യം പിടിച്ചു പറ്റിയ സ്കൂളും മുസ്ലിങ്ങളൊക്കെ മാഷന്മാരായി ശമ്പളം പറ്റുകയും ചെയ്യുന്നത്. എന്നിട്ട് ഈ വൃത്തിയില്ലാത്ത വേഷത്തിൽ നമ്മൾ സ്കൂളിൽ പോകുന്നു, രക്ഷിതാക്കൾ റോഡുമ്പോൾ കൂടി പോകുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിൻ്റെ അകത്തുനിന്ന് ഒരു പെൺകുട്ടി ശിരോവസ്ത്രം ധരിച്ചാൽ അതൊന്ന് അയച്ചു വെക്കണമെന്ന് പറയുമ്പോൾ നമ്മളൊക്കെപ്പാട് ആ സ്കൂൾ എറിഞ്ഞു പൊട്ടിക്കാനാണ് മാപ്പിളാർ ഓടുന്നത്. അത് അവരെവിടുന്നാണ് പഠിച്ചത്? അവർ ഭൂരിഭാഗം 99% മുസ്ലിങ്ങളെയും കാണുന്നത് ഇങ്ങനെയാണ് അല്ലേ. BEd പഠിക്കുമ്പോൾ സാരി നിർബന്ധമെന്നറിയും. ആര്? മുസ്ലിങ്ങളെ പേര് പറഞ്ഞിട്ട്, ഈ സമുദായത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഒരു BEd സെൻറ്ററും സ്ഥാപനവും തുടങ്ങി കിട്ടിയിൽ അതിൽ പർദ്ദ ഇട്ട് പോയാൽ ആ പർദ്ദ അഴിച്ച് ബ്ലൗസും സാരിയും ധരിക്കണം എന്ന് പറയുന്ന മുസ്ലിം മാനേജ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഒരു ഹിന്ദു സ്ഥാപനത്തിൽ നിന്ന് പറഞ്ഞാലോ നമ്മൾ അവരെ കല്ലെറിയാനാണ് നോക്കുക. അവരെവിടുന്നത് ഇതിന് പഠിക്കുന്നത്? ഈ സ്ത്രീകളെ നോക്കുമ്പോൾ അവർ മനസ്സിലാക്കുന്നു ഭൂരിഭാഗം മുസ്ലിങ്ങൾ ഇങ്ങനെയാണല്ലോ, അപ്പോൾ ഇതല്ലേ ഇസ്ലാം. മറ്റേതോ അതൊരു തീവ്ര ചിന്ത കുറച്ച് അങ്ങനെ ലോകം ആക്കാൻ ശ്രമിക്കുകയും ചെയ്യാണ്, ഇതിൻ്റെ കൂടെ നമ്മൾ നടക്കുകയും ചെയ്യാണ്. അത് ശരിയാണെന്നുള്ള രീതി നമ്മൾ നടക്കുകയും ചെയ്യുക. വേറെ രാജ്യങ്ങളിലോ
തല മറച്ചു എന്നതിൻ്റെ പേരിൽ അങ്ങാടിയിൽ ചെറുപ്പക്കാർ കൂട്ടിയിട്ട് കല്ലെറിഞ്ഞോടിക്കുക പെൺകുട്ടീനെ. എന്തിൻ്റെ പേര്, എന്ത് തെറ്റാ ചെയ്ത്? തല മറച്ചു അല്ലെങ്കിൽ ഇസ്ലാമിക വേഷം ധരിച്ചു എന്നതിൻ്റെ പേര്. നമ്മൾക്കോ അവസരങ്ങളുണ്ടായിട്ടും, ഈ നാട്ടിൽ അവസരം ഉണ്ടായിട്ടും ഇല്ലേ, ഇവിടെ അവസരം ഉണ്ടായിട്ടും ദമാം എയർപോർട്ടിൽ പോവും അല്ലേ, നാട്ടിലേക്ക് പോകുമ്പോൾ റിയാദിലൊക്കെ എപ്പോഴും കാണാം, നാട്ടിലേക്ക് പോകുമ്പോൾ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നല്ല പർദ്ദക്കിട്ട് അങ്ങനെ വരുന്നുണ്ടാവും. പിന്നെ എന്തുണ്ടാവും, ബാത്റൂമിൽ കയറി വേറെ ആൾ വരുന്നു അല്ലേ. എന്താ, പർദ്ദ ഹാൻഡ് ബാഗിൻ്റെ ഉള്ളിലായി പോയി. പിന്നെന്താ, പിന്നെ വേറൊരു ലോകം. ഇതാരെ പറ്റിക്കാനാണ്? ഇവനോ ഇവളും അല്ലാതെ പിന്നെ ആരാ കപടൻ? ഈ സമുദായത്തിനെ പറയിപ്പിക്കാൻ അല്ലേ. ഇതാണ് വേറെ ജാതിൻ്റെ എത്തുമ്പോൾ ഞാൻ ആ പദം പ്രയോഗിക്കുന്നില്ല. അള്ളാഹിൻ്റെ ഖുർആൻ്റെ ഒരു ക്ലാസ് എടുക്കുന്ന സമയം കൊണ്ട് ഞാൻ നിൻ്റെ ജാതിയിൽപ്പെട്ടവൻ തന്നെയാന്ന് പറയുന്നില്ല എന്നേ ഉള്ളൂ. ആ നിലക്ക് ജീവിക്കല അല്ലേ. ഈ സമുദായത്തിൽ ജനിച്ചുപോയി, ഈ സമുദായത്തിൽ വളർന്നും പോയി, അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് കുടുങ്ങി നിൽക്കുന്ന എന്ന രീതിയിലാണ് അടുത്ത ആയത്തുകൾ വരുമ്പോൾ അത് വിശദീകരിക്കുന്നുണ്ട്. അല്ല, ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. മുസ്ലിങ്ങൾക്ക് പെർഫെക്റ്റ്, നമുക്ക് ശരിക്കും വിശ്വാസമുണ്ടോ? നമുക്ക് ഭയങ്കര സമാധാനം. ഞാൻ മുസ്ലിം ആയതുകൊണ്ട് അൽഹംദുലില്ലാ എനിക്ക് എന്ത് നേട്ടമുള്ളത്, അൽഹംദുലില്ലാ എനിക്കെന്ത് സ്വസ്ഥതയാണുള്ളത്. നമുക്ക് ഈ വിശ്വാസം ഉറക്കുന്നില്ലേ, നമുക്ക് എപ്പോഴും ടെൻഷനാണ്. എനിക്കത് ചെയ്തുകൂടാ, ഒരു മ്യൂസിക് കേട്ടുകൂടാ. അങ്ങനത്തെ ആൾക്കാരെ ചോദിക്കുക, ഇത് കേട്ടുകൂടാ ഉസ്താദെ, ഇത് പകുതി കേൾക്കുമ്പോൾ കുഴപ്പമുണ്ടാവോ അല്ലേ, ഇത്ര നേരം ഇങ്ങനെ ചെയ്യണം, നോമ്പെടുക്കണം, സക്കാത്ത് കൊടുക്കണം, എപ്പോഴും ടെൻഷനായിരിക്കും. അത് മുനാഫിക്കിൻ്റെ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുകയും ചെയ്യും. ഒരു സ്വസ്ഥത എനിക്കുണ്ടാവില്ല. മുസ്ലിമോ ഇസ്ലാം ശരിക്കും എനിക്കൊരു നന്നായി എൻജോയ് ചെയ്യുക, ഒരു ടെൻഷൻ മുസ്ലിമിനില്ലാലോ. ഈ ആകാശം ഇടിഞ്ഞ് വീണാലും അള്ളാൻ്റെ തീരുമാനം സംഭവിക്കുക, ഓനിക്കൊരു ടെൻഷനും ഇല്ല. ഭൂമി കുലുങ്ങിയോ ഓനക്ക് ടെൻഷനില്ല. കാരണം എന്താ, ഞാൻ ചെയ്തിട്ടുണ്ട് ആമേൽ, മറ്റോനിക്കോ ഭൂമി കുലുങ്ങരുത്, കടൽ കയറരുത് അല്ലേ, കാറ്റ് കൂടരുത്, ഒന്നും പറ്റരുത്. ഒരാമലും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം, ഒന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. ഇവിടെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുവാണോ? ഇത് ശരിക്കും നമുക്ക് സ്വസ്ഥതയില്ലാത്ത ജീവിതമാണ് വിശ്വാസം ഇല്ലെങ്കിൽ. ഇതുകൊണ്ട് നമ്മളൊക്കെ പഠിച്ചോ, 5 നേരത്തെ നിസ്കാരം നമുക്ക് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് സ്വസ്ഥത ഉണ്ടാവൂല ഒരിക്കലും. കാരണം നമ്മുടെ മനസ്സെപ്പോഴും കുത്തിക്കൊണ്ടിരിക്കും. നമ്മൾക്ക് മുസ്ലിം ആയതുകൊണ്ട് സമാധാനം വേണോ, പേടിയില്ലായ്മ വേണോ, നമ്മുടെ വിശ്വാസം അല്ലേ, ശരിക്ക് ഈമാനിൻ്റെ മധുരം നമ്മൾ അനുഭവിക്കും. അള്ളാഹ് മുനാഫിക്കുകളെ പറ്റി പറയുമ്പോൾ, അറാബികളെ പറ്റി പറയുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ പിന്നെ ആമന്ന എന്ന് പറയണ്ട, അസ്ലംന എന്ന് പറഞ്ഞാൽ മതി, നമ്മളൊക്കെ ആ നിലക്ക് എത്തിക്കുമോ അല്ലേ. അതുപോലെ തന്നെ ചില ആൾക്കാരൊക്കെ പറയും, ഞങ്ങൾ മുസ്ലിം ആയത്, മുനാഫിക്കിൻ്റെ സ്വഭാവമാണ്, ഞങ്ങൾ മുസ്ലിം ആയതുകൊണ്ട് അള്ളാഹ്ക്ക് എന്തോ കിട്ടിയതുപോലെ നമ്മളെ വർത്താനം കേട്ടാൽ അല്ലേ. അള്ളാഹ് പറയും, പക്ഷേ അള്ളാഹു നിങ്ങളോട് ചെയ്തൊരു ഔദാര്യം നിങ്ങൾ അള്ളാഹ് മുസ്ലിം ആക്കി എന്നുള്ളത്. നമ്മൾ മുസ്ലിമായി ഇസ്ലാമിന് വേണ്ടി ഖിദ്മ ചെയ്യുമ്പോൾ നമ്മൾ അള്ളാഹ്ക്ക് എന്തോ ചെയ്തു എന്നുള്ള ധാരണ നമ്മൾ തിരുത്തിയേക്കണം. നമ്മളോട് ആര് കാണിച്ച കാരുണ്യം ഇത്? അള്ളാഹ് കാണിച്ച കാരുണ്യം നമ്മളെ മുസ്ലിം ആക്കി എന്നുള്ളത്. നമ്മൾ അല്ലേ, ഞാൻ ഖുർആൻ ക്ലാസ്സിന് വരുന്നുണ്ട്, സെൻറ്ററിൽ സഹകരിക്കുന്നുണ്ട്, ഞാൻ ദേവത്ത് നടത്തുന്നുണ്ട്, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്. ഇതൊക്കെ എന്തോ വലിയ ചെയ്തതുപോലെയാണ് അല്ലേ. ഓനിങ്ങനെ ഇസ്ലാമിനടുത്ത് പൊന്തിച്ച് നടക്കുന്നത് പോലെയാണ്. അവൻ്റെ മനസ്സിൽ തോന്നിച്ചത് അള്ളാഹ് അവനോട് ചെയ്ത കാരുണ്യാണ്. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് ആ നിലക്കാണ്, അല്ലാതെ ഈ പറഞ്ഞ ഭാഗത്തേക്ക് സഹോദരങ്ങൾ എത്തരുത്. അള്ളാഹ് പറയാം, അവരോട് പറഞ്ഞാൽ ആര് ലഖുല്ലദീന ആമനു, വിശ്വാസികളെ കണ്ടാൽ അവർ പറയും, ഖാലു ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അവരുടെ ശൈത്താന്മാരുടെ കൂട്ടത്തിലെത്തിയാലോ പറയും, ഖാലു ഇന്നാ മഅക്കും, ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെയാണ്. അഥവാ നിങ്ങളൊന്നും വിചാരിക്കേണ്ട, ഞങ്ങൾ അവരുടെ കൂടെ പോയി ഇരിക്കുന്നതിൽ നിന്ന് അത് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ ഇരിക്കുന്നത്. മുസ്ലിങ്ങളോട് എന്താ പറയുക, സുല്ലുണ്ടാക്കാനാണ് ഇപ്പുറത്തിരിക്കുന്നത്. രണ്ടും മനസ്സിലായില്ലേ? സുല്ലുണ്ടാക്കിയിട്ട് ശത്രുവിൻ്റെ വെറുപ്പ് കുറക്കാനാണ്. ഞങ്ങൾ ഈ മിഡിലിൽ നിൽക്കുന്നത് കൊണ്ടാണ് ശത്രുവിൻ്റെ അറ്റാക്ക് എന്തിന് കുറച്ച് സ്ട്രോങ് കുറയുന്നത് എന്ന് പറയും. അപ്പുറത്ത് പോയി പറയുന്നത് എന്തിനാ, ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെയാണ്, അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാവുന്ന, ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ, അവരെ ഞങ്ങൾ പരിഹസിക്കാൻ വേണ്ടി പോയി ഇരിക്കുക. പക്ഷെ അള്ളാഹ് പറയുക, അല്ലാഹു യസ്തഹ്സിഉ ബിഹിം, അള്ളാഹ് ആരെയാ ശരിക്കും പരിഹസിക്കുന്നത്? അള്ളാഹ് അവരെയാ പരിഹസിക്കുന്നത്. എന്താ ഈ പരിഹാസം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, അള്ളാഹിനെ ഇവർ പരിഹസിക്കുകയാണ് ശരിക്കും എന്നതല്ലേ അവരുടെ വാദം. ഞങ്ങൾ മുസ്ലിങ്ങളെ പരിഹസിക്കുക, അഥവാ ദീനിനെ പരിഹസിക്കുക, അള്ളാഹിനെ പരിഹസിക്കുക. ഇതേ ശിക്ഷ അള്ളാഹ് തിരിച്ചു കൊടുക്കുക, അള്ളാഹ് അവരെ പരിഹസിക്കുക. എന്തുകൊണ്ട്? ശിക്ഷ കൊണ്ട് പരിഹസിക്കും. നരകത്തിൽ ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിലെ ഏറ്റവും അടിത്തട്ടിലാണ് ആര്? മുനാഫിഖീൻ.
മുശ്രിക്കിനേക്കാളും താഴെയാ കപടനാവൻ. മുശ്രിക്കിനെ കണ്ണുകൊണ്ട് കാണും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ, മുനാഫിക്കിനെ കാണുന്നില്ല, അറിയുന്നില്ല, അവൻ്റെ ചതി മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഏറ്റവും നിന്ദ്യമായ പരിഹാസം ശിക്ഷയിലൂടെ അള്ളാഹ് കൊടുക്കും. അതാണ് അല്ലാഹു യസ്തഹ്സിഉ ബിഹിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വയമുദ്ദുഹും, അതുപോലെ തന്നെ അള്ളാഹു അവരിങ്ങനെ അയച്ചുവിടും, പോകുന്നിടത്തിലോളം എന്ത് ചെയ്യട്ടെ, പോകട്ടെ എന്ന് പറയും. വയമുദ്ദുഹും ഫി തുഗ്യാനിഹിം, അവരുടെ ഈ തോന്നിവാസങ്ങളിൽ, തുഗ്യാനത്തിൽ ഈ അക്രമങ്ങളിലേക്ക് അള്ളാഹു അവരിങ്ങനെ എന്ത് ചെയ്യും, അയച്ചു വിട്ടുകൊണ്ടേയിരിക്കും. ഏതുവരെ? യഅ്മഹൂൻ, അഥവാ ഇവർ കാണിക്കുന്ന ഈ തോന്നിവാസങ്ങളിൽ ഒരു നമ്മൾ ബെല്ലും ബ്രേക്കും ഇല്ല എന്നൊക്കെ പറയൂലേ, അന്ധരായിട്ടത്, അല്ലെങ്കിൽ ഒരു അലഞ്ഞു നടക്കുന്ന രീതിയിൽ ഇവർ ഏത് വരെ പോകും എന്ന് വെച്ചാൽ അത്ര വരെ പോകാൻ വേണ്ടിയിട്ട് അള്ളാഹു എന്ത് ചെയ്യാണ്, അവരിങ്ങനെ വയമുദ്ദും, അവരിങ്ങനെ നീട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. എത്രത്തോളം? വയമുദ്ദും ഫീ തുഗ്യാനിഹിം, അവരുടെ ഈ അതിരി കവിച്ചലിൽ അഥവാ ഈ തോന്നിവാസങ്ങളിൽ അള്ളാഹു അവരിങ്ങനെ അതിരി അയച്ചു വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. യഅ്മഹൂൻ, അവരിങ്ങനെ അന്തം വിട്ട് നടക്കുന്ന അവസ്ഥയിൽ അവർ ചെയ്യട്ടെ. എന്നിട്ട് അള്ളാഹ് എന്ത് ചെയ്യുമെന്നറിയോ? അവരെ പിടിക്കും. ആ പിടുത്തത്തിലാണ് അള്ളാഹുവിൻ്റെ യഥാർത്ഥത്തിലുള്ള ശിക്ഷ അവർക്ക് വരുന്നത്. ഉലൈക, കാരണം അവർ അല്ലദീന ഇഷ്തറൗ അല്ലല, ഇഷ്തറ ഇഷ്തരിച്ച വാങ്ങുക എന്ന, ഷറ വിൽക്കുക, ഇഷ്തറ എന്ന് പറഞ്ഞാലോ വാങ്ങുക. അറബിയിലുള്ളൊരു പ്രയോഗമാണ്. ഷറ വിൽക്കുന്നതാണ്, ഇഷ്തറ വാങ്ങുന്നതാണ്. ഒന്ന് തന്നെയാണ് രണ്ടർത്ഥം വരുന്നത്. ഉലൈക അല്ലദീന ഇഷ്തറൗ അല്ലല, അവർ വഴികേടിനെ വാങ്ങുന്നവരാണ് അല്ലേ. ബിൽ ഹുദ, സന്മാർഗത്തിന് പകരം. കയ്യിൽ നല്ല ഒന്നാന്തരം ആദർശം ഉണ്ടായിട്ട് ഇത് കൊടുത്തിട്ട്, ശരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്ന ഇഷ്തറ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സാധനം കയ്യിലുണ്ട്, ഇത് കൊടുത്തിട്ട് വേറൊന്ന് വാങ്ങുന്നതിനാണ് ശരിക്കും എന്ത് പറയുന്നത്, ഈ വിക്രയം എന്ന് പറയും നമ്മൾ സാധാരണ അല്ലേ, അതിനാണ് ഇഷ്തറ എന്ന് പറയുക. ഇഷ്തരി എന്ന് പറയുന്നത് അതാണ്. ഇവരെ കയ്യിൽ എന്തുണ്ട്? ഹുദയുണ്ട്, അതാ സന്മാർഗമുണ്ട്. ഈ സന്മാർഗം അപ്പുറത്തേക്ക് കൊടുത്തിട്ടാണ് ഇവരെന്ത് വാങ്ങുന്നത്? ലലാലത്ത്. അഥവാ അള്ളാഹുവിൻ്റെ ദീനിനെ പറ്റിയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റി ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന ഈ ആളുകൾ ഇത് വേണ്ടാന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാണ്? ദുർമാർഗത്തെ വാങ്ങുകയാണ്. ഫമാ റബിഹത് തിജാറത്തുഹും, അതെന്നാൽ അവരുടെ കച്ചവടം അവർക്ക് ലാഭകരമായിട്ടില്ല. റബിഹ, ലാഭം ഉണ്ടാക്കുക. ഫമ റബിഹത് തിജാറത്തുഹും, അവരുടെ കച്ചവടം അവർക്ക് ലാഭം ഉണ്ടായിട്ടില്ല. വമാ കാനു മുഹ്തദീൻ, അവർ നേർമാർഗം പ്രാപിച്ചവരായില്ല. അഥവാ അള്ളാഹുവിൻ്റെ ഖുർആനും റസൂലുള്ളാഹിയൊക്കെ അവിടെ ഉണ്ടായിട്ട് ഇത് ദുനിയാവിന് വേണ്ടിയിട്ട് വിറ്റിട്ടാണ് അവർ ലലാലത്തിനെ വാങ്ങിയത്. ആ കച്ചവടത്തിൽ ആര് പരാജയപ്പെട്ടു പോകും? മുനാഫിക്കുകൾ പരാജയപ്പെട്ടു പോകും. അവർക്ക് നേർമാർഗം പ്രാപിക്കാൻ അവർ നമുക്ക് വലിയൊരു സന്ദേശം തരുന്ന ഒരായത്താണ്. നമ്മളെ കയ്യിലും സഹോദരങ്ങളെ ഈ ഖുർആനുണ്ട്. ഈ ഖുർആൻ നമ്മളെ കയ്യിലുണ്ട്. ഇത് കൊടുത്തിട്ട്, ഇതിലെ നിയമങ്ങൾ കൊടുത്തിട്ട് നമ്മളൊരു കച്ചവടം ചെയ്യുമ്പോൾ ഇത് ഹറാമുണ്ട് അല്ലേ, ഇത് കൊടുത്തിട്ട് നമ്മൾ ആ ഹറാം ഇങ്ങോട്ട് വാങ്ങുന്നു, ലലാലത്ത് വാങ്ങുന്നു. നമുക്ക് നല്ലൊരു ആദർശമുണ്ട് അല്ലേ. ഈ ഖുർആൻ മുഴുവൻ പരിശോധിച്ച് നോക്കിയാലും അള്ളാഹിനോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നുള്ള പ്രാർത്ഥന നമുക്ക് കേൾക്കാം അല്ലേ, കാണാം. 114 സൂറത്തുകളിൽ 25 നബിമാരുടെ പ്രാർത്ഥന, ഖുർആനിൽ പേര് പറഞ്ഞ സ്ത്രീ അല്ലേ മറിയം ബിയുടെ പ്രാർത്ഥന, അൽ കഹ്ഫിൻ്റെ ഔലിയാക്കളുടെ പ്രാർത്ഥന, എത്ര പ്രാർത്ഥനകളുണ്ട്. അല്ലാഹുമ്മ റബ്ബന റബ്ബി എന്നല്ലാത്ത പ്രാർത്ഥന കാണൂല. ഇത് കൊടുത്തിട്ട് പിൽക്കാലത്ത് എത്രയോ കാലങ്ങൾക്ക് ശേഷം തുടങ്ങി വന്ന ഒന്ന്, റസൂലെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ, മമ്പറന്നങ്ങളെ രക്ഷിക്കണേ, മൊഹീദ്ദീൻ ശിഹയെ കാക്കണേ, ഇന്ന തങ്ങളെ, ഇന്ന ഹോജ, ഇത് പിൽക്കാലത്രയോ വന്നത്. ഇത് കൊടുത്തിട്ടാണ് അതിങ്ങോട്ട് വാങ്ങുന്നത്. ലോകത്ത് അള്ളാഹ്ക്കല്ലാതെ നമ്മളെ സഹായിക്കാൻ പറ്റൂല. ആ സഹായത്തിന് പകരമാണ് അള്ളാഹുവിനെ ഒഴിവാക്കിയിട്ടോ അള്ളാഹുവിനെ ഉപയോഗിച്ചിട്ട് കൂടെ മറ്റുള്ള ആളുകളെയും ഉപയോഗിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുന്ന രംഗം കാണുന്നത്. അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ പെട്ടെന്നുത്തരം കിട്ടാൻ ഏറ്റവും നല്ല മാർഗം അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ ഔലിയാക്കളോട് പ്രാർത്ഥിക്കലാണ് എന്ന് പഠിപ്പിക്കുന്നൊരവസ്ഥയിലേക്ക് ലോകം എത്തുന്നു അല്ലേ. അതുപോലെ നമ്മൾ മനസ്സിലാക്കുക. ജീവിതത്തിൻ്റെ, ഞാനിപ്പോൾ അഖീദയെ പറ്റി പറഞ്ഞു, ഇടപാടുകളെ പറ്റി പറഞ്ഞു, പെരുമാറ്റം, എല്ലാം മുസ്ലിങ്ങൾ
ഏറ്റവും എല്ലാ നിലക്കും നമ്മൾ എല്ലാ ആദർശവും നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? സഹാബികൾ പറഞ്ഞതുപോലെ മൂത്രമൊഴിച്ചാൽ എങ്ങനെ ശുദ്ധിയാക്കണം, അത് കല്ല് കൊണ്ടാണെങ്കിൽ മിനിമം 3 കല്ലിൽ പോലും കുറയരുത് എന്ന് പഠിപ്പിക്കപ്പെട്ട മതത്തിൻ്റെ അനുയായിയാണ് നമ്മൾ. എത്ര ആയുധം നമ്മുടെ കയ്യിലുണ്ട്. എന്നിട്ട് ഇസ്ലാം ഒരു മോശമായിപ്പോയി എന്ന് പറയരുത് അല്ലേ? ഭക്ഷണം കഴിച്ചാൽ അതിൻ്റെ കൈവിരലുകൾ നീ നക്കണം, അല്ലെങ്കിൽ ഒരാളെ കൊണ്ട് നക്കിപ്പിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്ലേറ്റ് പോലും, ഭക്ഷണത്തിൻ്റെ തളിക പോലും നക്കിയിട്ട് അവിടെ നിൽക്കുന്നത്. ഒരു ഉരുള താഴേക്ക് വീണാൽ അതിലെ കേടുകൾ നീക്കിയിട്ട് നീ എന്ത് ചെയ്യണം? നീ ഭക്ഷണം കഴിക്കണം. ഭക്ഷണത്തിൽ ഏത് ഭാഗത്താണ് ബർക്കത്ത് എന്നറിയാൻ പറ്റൂല എന്ന് പഠിപ്പിക്കപ്പെട്ട ആൾക്കാരെ നമുക്ക് ഏതാ ഇനി പഠിക്കാൻ ബാക്കിയുള്ളത്? എന്താ പറഞ്ഞുതരാൻ ബാക്കിയുള്ളത്? ഈ ആദർശം നമ്മൾ കൊടുത്തിട്ട് സഹോദരങ്ങളെ, പിൽക്കാലത്ത് ഏതെങ്കിലും ജൂതനോ ക്രിസ്ത്യാനിയോ ഏതെങ്കിലും സിയോണിസ്റ്റ് ശക്തികളോ അല്ലെങ്കിൽ ഏതെങ്കിലും കാനേശ് മാപ്പിളാരോ പറഞ്ഞ ഒരാദർശത്തിലേക്ക് നമ്മൾ പോകുന്നൊരവസ്ഥ ഉണ്ടാകരുത്. ഇസ്തിരി മുസ്ലിമീങ്ങൾ എപ്പോഴും ഉണ്ടാകും. ഇസ്ലാമിൻ്റെ ശത്രുവിൻ്റെ അച്ചാരം വാങ്ങിയിട്ട് എഴുതാനും ചാനലിൽ കുത്തിരിക്കാനും എന്നിട്ട് ഇസ്ലാമിനെ പറ്റി അഭിപ്രായം പറയാനും പലരും ഉണ്ടാവും. ഈ ഇസ്ലാമല്ലേ നമ്മുടെ നാട്ടിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു ചങ്ങാതി വന്നിട്ട് ഇങ്ങനെ പറയും ഇസ്ലാമിനെ പറ്റി അഭിപ്രായം പറയുന്നതൊക്കെ തോന്നിയസായിരിക്കും അല്ലേ? മുസ്ലിങ്ങളെ വേദനിപ്പിക്കാൻ, വേഷവിധാനങ്ങളെപ്പറ്റി പറയുമ്പോൾ പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് അയാൾക്ക് ഇങ്ങനെ പറയാൻ, ഇസ്ലാമിനെതിരെ പറയാനും സംസാരിക്കാനും. ഇങ്ങനത്തെ ആൾക്കാരാ ആ നിലക്ക് ചെയ്യുക. ഇസ്ലാമിൻ്റെ അഭിപ്രായം പറയുമ്പോൾ, ചാനൽ അഭിപ്രായം പറയുമ്പോൾ പറയുന്നതിന് മുമ്പ് മൈക്കോട് പിൻവലിക്കുകയും ചെയ്യും അല്ലേ? എന്തുകൊണ്ടാണ്? ഒരു ലക്ഷ്യമുണ്ട്. നമ്മൾ അങ്ങനെ ആകരുത്. അള്ളാഹുവിൻ്റെ ദീന് പഠിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഖുർആനിൽ നിന്ന്, ഹദീസിൽ നിന്ന്. അത് നമ്മൾ എന്ത് ചെയ്യുക? ആ നിലക്ക് പഠിക്കണം, മനസ്സിലാക്കണം എന്നതാണ് ഈ ആയത്തുകളുമായി ബന്ധപ്പെട്ട് ഞാനൊരല്പം വിശദീകരണം കുറച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ് എടുത്തത്. വേറൊരു കാര്യം കൂടി സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സഹോദരങ്ങളെ. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ മുനാഫിക്കുകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാം. ഇൻഷാ അല്ലാഹ് അത് പറയും. മുനാഫിക്ക് ഇസ്ലാമിൻ്റെ ഉള്ളിൽപ്പെട്ട ആളുകളാണ്. 2 രീതിയിൽ മുനാഫിക്ക് ഉണ്ടെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറയുകയും ചെയ്തിരുന്നു. ഒന്ന് വിശ്വാസത്തിൽ നിഫാക്കുള്ള ആളുകൾ, ഒന്ന് കർമ്മത്തിൽ നിഫാക്കുള്ള ആളുകൾ. നരകത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്നു എന്ന് പറഞ്ഞ മുനാഫിക്കുകൾ വിശ്വാസത്തിൽ, അഥവാ അള്ളാഹ് അസ്ലിയായിട്ട് അള്ളാഹ് വിശ്വാസം ഇല്ല, ഉണ്ട് എന്ന് പറയും. അതാണ് ശരിക്കും വിശ്വാസത്തിൽ നിഫാക്കുള്ള ആളുകൾ, അവരാണ് നരകത്തിൻ്റെ അടിത്തട്ടിൽ. പിന്നെ കർമ്മത്തിൽ മുനാഫിക്കിൻ്റെ സ്വഭാവമുള്ള ആൾക്കാരാണ് നമ്മുടെ കൂട്ടത്തിലുണ്ടാകുക. അഥവാ നമുക്ക് അള്ളാഹ്ക്ക് വിശ്വാസം ഉറപ്പന്നല്ലേ അല്ലേ? അങ്ങനെ ഉറപ്പുള്ളത് കൊണ്ട് നമ്മൾ നിസ്കരിക്കുന്നത് ഇവിടെയൊക്കെ വരുന്നത്. പക്ഷെ നമ്മൾക്ക് മുനാഫിക്കിൻ്റെ സ്വഭാവം ഉണ്ടാകുന്ന എപ്പോൾ എന്നറിയോ? ഈ സംസാരിച്ചാൽ കള്ളത്തരം പറയൽ, വിശ്വസിച്ചാൽ ചതിക്കൽ, വാഗ്ദത്തം പറഞ്ഞാൽ ലംഘിക്കൽ, തമ്മിൽ തെറ്റുമ്പോൾ തെറി പറയൽ. നിങ്ങൾ നോക്കിയാൽ ശരിക്കും അല്ലേ? തമ്മിൽ യോജിപ്പുണ്ടാവും. 2 ആളും കൂടിയിട്ടായിരിക്കും ഒന്നിച്ച് ആറാമ ചെയ്തത്. തെറ്റുമ്പോഴോ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറയും. അതുപോലെ പല നിലക്കുള്ള ഈ വൃത്തികേട് അത് ഇതിൻ്റെ ഉള്ളിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അള്ളാഹിൻ്റെ റസൂലിൻ്റെ തീരുമാനം എത്തുന്നതിന് മുമ്പ് ഇന്ന ആളുകളാ അള്ളാഹുവിൻ്റെ തീരുമാനം എന്താണ് വരുന്നത് അതിനനുസരിച്ച് അള്ളാഹിൻ്റെ റസൂൽ ചെയ്തത്. നമുക്കങ്ങനെ ഒരാൾ മുനാഫിക്കാണോ അല്ലേ ഇന്നത്തെ കാലത്ത് അറിയാൻ പറ്റൂല. ചിലപ്പോൾ നമ്മൾ തന്നെയായിരിക്കും 1-ാം നമ്പർ മുനാഫിക്ക്. നമ്മളാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.